ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ വൈജയന്തി കാരണം ഒരു കുടുംബം നശിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലും നാളത്തെ എപ്പിസോഡിലും കാണാൻ വേണ്ടി പോകുന്നത്. അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ അനിയത്തിമാരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന കേട്ടോ. എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം പോലെ. ബബിതയും കൃഷ്ണമോളൊക്കെ ഇപ്പം എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ അലീന ഇങ്ങനെ ആലോചിക്കേണ്ട. രണ്ടുപേരും ക്ലാസ്സിലും കോളേജിലൊക്കെ പോയി എത്തിയിട്ടുണ്ടാവോ, റോഹി എത്തിയിട്ടുണ്ടാകോ എന്നൊക്കെ ആലോചിക്കേണ്ട. അവരെത്തട്ടെ, അവരിന്ന് വിളിക്കണം. ഇന്നലെ വിളിക്കാൻ സാധിച്ചില്ലല്ലോ, ഇവിടുത്തെ നിരാഹാരം കാര്യങ്ങളൊക്കെ കേട്ടോ, വിളിക്കാൻ പോലും പറ്റിയില്ല. ഇന്ന് അവരെ വിളിക്കണം, പരാതി ഉണ്ടാവും 3 പേരുടെ, പിന്നെ അച്ഛനെ വിളിക്കണം എന്നൊക്കെ അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ അലീന എങ്ങനെയെങ്കിലൊക്കെ ഒരു 5 മണിയായാൽ മതിയെന്ന്. അപ്പം പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞും ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്തുമല്ലോ എന്നൊരു വിചാരമാണ് അലീന കേട്ടോ. അങ്ങനെ നമ്മുടെ ബബിതയാണെന്നുണ്ടെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ. ആ ദിവസം കോളേജിൽ പോകുന്നില്ല കേട്ടോ. വൈജയന്തി ചോദിക്കണ്ടേ, എന്താടി നീ ഒന്ന് കോളേജിൽ പോകുന്നില്ലേ? എനിക്കിന്നൊട്ടും വയ്യ. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് നല്ല തലവേദന. എന്താ ഹോസ്പിറ്റലിൽ പോകണോ? എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, ഒന്ന് സമാധാനത്തോടെ ഇരുന്നാൽ മതി. ഞാനൊക്കെയാണല്ലോ ഇതിൻ്റെ സമാധാനക്കേട്. ഞാൻ ഇറങ്ങുവാണ്, സമാധാനം നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ബബിതയാണെങ്കിൽ വൈജയന്തി പോയ പിന്നാലെ തന്നെ അമലിന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമല് ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വോയിസ് മെസ്സേജ് അയക്കേണ്ട ബബിത, അമലെ എൻ്റെ ഫോൺ എടുക്ക്, അത്യാവശ്യമാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ വോയിസ് മെസ്സേജ് കേട്ട് റിപ്ലൈ പോലും അമല് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ബബിത ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. ബബിതയുടെ അടുത്തേക്ക് കൃഷ്ണ വരുന്നുണ്ട്. യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അത് കൊള്ളാം, ബബിതേച്ചി ഇതുവരെ റെഡി ആയില്ലേ? പോവണ്ടേ നമുക്ക്? എവിടേക്ക്? ക്ലാസ്സിലേക്ക്. ഞാൻ വരുന്നില്ല, എനിക്ക് നല്ല തലവേന. ബബിതേച്ചി എന്തു പറ്റി? എനിക്ക് ബബിതേച്ചിനെ ഇങ്ങനെ കാണുമ്പോൾ പേടിയാവുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബബിതേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ കൃഷ്ണേ, നിനക്ക് എക്സാം അല്ലേ, നിനക്ക് പൊയ്ക്കൂടെ? ഞാനൊന്ന് സമാധാനത്തോടെ കുറച്ച് നേരം ഇരുന്നോട്ടെ. ശരി, എന്തെങ്കിലും വിളിക്കണോ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയണോ? വേണ്ട വേണ്ട, അച്ഛൻ സമാധാനത്തോടെ പണിയെങ്കിലും എടുത്തോട്ടെ. ഇവിടെ അച്ഛന് സമാധാനം കിട്ടുന്നില്ല. പണി സ്ഥലത്തെങ്കിലും അച്ഛൻ സമാധാനത്തോടെ ഇരുന്നോട്ടെ. ശരി, ഉച്ചയാകുമ്പോഴേക്കും റോഹിയേട്ടൻ വരുമല്ലോ, ഞാൻ എന്നാൽ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ബബിത എല്ലാവരും പോയെന്ന് മനസ്സിലാക്കിയ ബബിത കുറേ നേരം വീണ്ടും വീണ്ടും അമലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൽ ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയാം അവൻ ഫോൺ എടുക്കില്ല, അവനെ പുതിയ ഗേൾ ഫ്രണ്ട് ആയി കാണുമായിരിക്കും. എന്തായാലും കോളേജിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ബബിത വണ്ടി എടുത്തുകൊണ്ട് നേരെ കോളേജിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അവിടെ ഒന്നും തന്നെ അമലിനെ കാണുന്നില്ല. അമലിൻ്റെ കൂട്ടുകാരോട് ചോദിക്കേണ്ട. ബബിതയോട് ചോദിക്കേണ്ട, അല്ല അമൽ ഇവിടെ ഇല്ലേ? അവൻ ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലല്ലോ. അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിലുണ്ടല്ലോ മീര, അവളായിട്ട് കറങ്ങി നടക്കുമായിരിക്കും. പുതിയ ഗേൾ ഫ്രണ്ടോ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? അവനെ നിന്നെ മടുത്ത് കാണുമായിരിക്കും. അവനിപ്പോൾ പുതിയ ഗേൾ ഫ്രണ്ടായി. സ്റ്റൈലിങ് ഗേൾ ഫ്രണ്ടാണ്. അവൻ്റെയൊക്കെ ഒരു യോഗം എന്നിങ്ങനെ പറയാണ്. ബബിത വണ്ടി എടുത്തിട്ട് തിരിയുമ്പോഴേക്കും ആ പയ്യന്മാർ പറയുന്നുണ്ട്, ഇവളെന്തായാലും ആള് കൊള്ളാം, അടിപൊളി, ഇങ്ങനെയാണ് ആളെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കൊള്ളാം, സൂപ്പർ. എടാ നീ ആ വീഡിയോ കണ്ടില്ലേടാ? കണ്ടു, സൂപ്പർ വീഡിയോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചെറുതായിട്ട് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ബബിതക്ക് ആകെ ഷോക്കാവാണ്. ബബിതക്ക് ഒരു കാര്യം മനസ്സിലായി. അമല് അന്നെടുത്ത വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെന്ന്. ബബിത ആകെ മനസ്സ് തകർന്ന് അതും കൂടി അമലിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാട്ടോ. അമല് ഏകദേശം എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുമെന്ന് ബബിതയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം മുമ്പ് ബബിതയും അമലും കൂടി പ്രണയിച്ച് നടക്കുന്ന സമയത്ത് അവരെപ്പോഴും പോകുന്ന ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. അവിടെയായിരിക്കും അമൽ ഉണ്ടാവുന്നതെന്ന് ബബിതയ്ക്ക് മനസ്സിലാവാണ്. ബബിത വേഗം തന്നെ അവിടേക്ക് പോകുമ്പോൾ അതെ, അവിടെ തന്നെയാണ് അമലുള്ള കേട്ടോ. പുതിയ ഗേൾ ഫ്രണ്ടായിട്ട് അമല് കറങ്ങി നടക്കാണ്. അമലിനെ വീണ്ടും ബബിത ഫോൺ വിളിക്കുന്നുണ്ട്, അവൻ എന്താണ് ചെയ്യണേന്ന് അറിയാനായിട്ട്. അമൽ ബബിതയെ കാണുന്നില്ല, ബബിത മാത്രമേ അമലിനെ കാണുന്നുള്ളൂ. അങ്ങനെ ബബിത വീണ്ടും ഫോൺ ചെയ്യുമ്പോൾ അമൽ ഫോൺ കട്ട് ചെയ്യണം, നാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ബബിതക്ക് മനസ്സിലായി, ഇവൻ തന്നെ തേച്ചു, ഇവൻ തന്നെ ചതിച്ചു. തൻ്റെ എല്ലാ വീഡിയോസും തൻ്റെ ക്ലിപ്സുകളും എല്ലാം തന്നെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ താൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ജീവിതം തൊലഞ്ഞു. അന്ന് എന്നോട് മര്യാദ കഴിഞ്ഞ ചേച്ചി പറഞ്ഞാണ് ഈ പരിപാടിക്കൊന്നും പോകരുതെന്ന് മനുവേട്ടൻ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല. ഇനി ഞാൻ എന്തിനാ ജീവനോടിരിക്കുന്നത്? വീട്ടുകാർക്കും എല്ലാവർക്കും ബാധ്യതയായിട്ട്, എല്ലാവർക്കും നാണക്കേടായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അലിന ചേച്ചിട്ട് പറഞ്ഞാൽ അലിന ചേച്ചിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? വേണ്ട, ചേച്ചി ഇവിടെ നിന്ന് പോയത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ വീട്ടിലേക്ക് എന്തിനാ ചേച്ചിനെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത്?
താൻ എന്തിനാ താൻ നശിഞ്ഞ താൻ ഇനി ആര് വിചാരിച്ചാൽ നേരെയാക്കാൻ സാധിക്കില്ല. താൻ നശിഞ്ഞു, തൻ്റെ ശരീരം നശിഞ്ഞു, താൻ നശിഞ്ഞു, ഇനി ജീവനോടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ, ഒന്നില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവനെയും കൊന്ന് താനും ചാവണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ബബിത. അവസാനം ബബിത വിചാരിക്കും താൻ തന്നെ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാട്ടോ. അങ്ങനെ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ബബിത. അമലിൻ്റെ കൂടെ കറങ്ങാൻ പോയതും, അമലായിട്ട് ഹോട്ടൽ റൂമിൽ പോയതും, കോളേജ് റൂമിൽ ഒറ്റയ്ക്കിരുന്നതും, അങ്ങനെ പല കാര്യങ്ങളും ബബിത ആലോചിക്കുന്നുണ്ട്. ശേഷം അവസാനം പറഞ്ഞ അമലിൻ്റെ കൂട്ടുകാരുടെ കമൻ്റ് അടി വരാം, ഇവളാൾ കൊള്ളാം, ഇവളുടെ ക്ലിപ്പ് കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച ബബിത കണ്ണൊക്കെ തുടച്ച് ഒരു മാതിരി പ്രാന്ത് പിടിച്ച പോലത്തെ കോലമായിട്ടോ. അങ്ങനെ ബബിത ആ കടുങ്കൈ ചെയ്യാണ്. അതെ, മനസ്സ് മടുക്കുമ്പോൾ എല്ലാവരും ചിന്തിച്ചു പോകുന്ന ആ ഒരു പൊട്ടത്തരത്തിലേക്ക് ബബിതയെ കടന്ന് ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ബബിതനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനെ കുടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ പഴയ പോലെ വീണ്ടും കുടിക്കാൻ തുടങ്ങി. വൈകിയാണ് അന്ന് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നത്. വാതിൽ തുറക്കുന്ന കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ കോലം കാണുമ്പോൾ ഷോക്കായി പോവാണ്. അച്ഛൻ കുടിയൊക്കെ നിർത്തിയതല്ലേ അച്ഛാ, വീണ്ടും എന്തിനാ അച്ഛാ ഇങ്ങനെ കുടിച്ച്? അച്ഛൻ എന്താ അച്ഛൻ ഞങ്ങളെ മക്കളെക്കുറിച്ച് ആലോചിക്കാത്തത്? അച്ഛൻ എപ്പോഴും അമ്മേനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ, അമ്മ ചെയ്ത ചതികളെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അച്ഛൻ പല നാട്ടുകളിൽ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾ സപ്പോർട്ടാണെങ്കിൽ മക്കളുടെ കൂടെയല്ലേ അച്ഛൻ നിൽക്കേണ്ടത്? അമ്മേനെ അച്ഛൻ വിട്ടിരുന്നേക്ക്. ഞങ്ങളുടെ 3 മക്കളുടെ മുഖം മറന്നിട്ട് അച്ഛനെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നത്? അച്ഛനെ ഞങ്ങൾക്ക് വേണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയായിട്ട് കൃഷ്ണമോളുടെ കരച്ചിൽ കാണുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുക കേട്ടോ. പാവം, താൻ എന്തിനാ പറഞ്ഞ പോലെ വൈദ്യുതിനെ പുറകെ നടന്ന്, അവൾ എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു ആളില്ലെന്ന് വിചാരിച്ചാൽ പോരെ, തൻ്റെ മക്കളെ താനെന്തിനെ വേദനിപ്പിക്കണമെന്ന് വെച്ചിട്ട് ബാലചന്ദ്രന് വിഷമം കേട്ടോ. കൃഷ്ണൻ പറയുന്നുണ്ട് അച്ഛനെ മദ്യപിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, അച്ഛനെ കരൾ രോഗം, ലിവർ, അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതല്ലേ അച്ഛാ. മദ്യപിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ എന്താവുമെന്ന് നന്നായിട്ട് അറിയാലോ. അച്ഛൻ ഞങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ആ പാവം അലീന ചേച്ചിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. അലീന ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നാൽ അച്ഛനല്ലേ അച്ഛൻ കൂടെയുള്ളൂ. ഞങ്ങൾ 3 മക്കൾക്കും അച്ഛനല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ 4 മക്കൾക്കും അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛാ. അച്ഛനിങ്ങനെയൊന്നും ആവല്ലേ അച്ഛാ, പ്ലീസ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ബാലചന്ദ്രൻ ആ ഒരു വലിയ വാക്ക് നമ്മുടെ കൃഷ്ണക്ക് കൊടുക്കണില്ല. മോളെ, ഞാൻ മോളെ തൊട്ട് സത്യം ചെയ്യണം, മോളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം, ഇനി നിൻ്റെ അച്ഛൻ ഒരിക്കലും കുടിക്കില്ല എന്ന് പറയണ്ടേ. അപ്പോൾ കൃഷ്ണക്ക് സന്തോഷമാവാട്ടോ. അതേസമയം ബബിതയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ്, അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അത് മരണത്തിലേക്ക് പോകുമോ എന്നറിയാത്തൊരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കാട്ടോ. ഈ കാര്യങ്ങളൊന്നും തന്നെ അലീന അറിയുന്നേ ഇല്ല. പക്ഷേ അലീന അറിയും. 2-3 ദിവസം കഴിയുമ്പോഴേക്കും അലീന ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. അലീനക്ക് ആകെ ഷോക്കായി പോവാണ്. അതേസമയം നമ്മുടെ മനു ആണെന്നുണ്ടെങ്കിലോ അലീന തന്നെ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. കാരണം അലീന ഇപ്പോൾ പൂർണ്ണമായിട്ടും തൻ്റെ പപ്പയുടെ കീഴിൽ, അതായത് സ്റ്റാൻലി ജോസഫിൻ്റെ കീഴിലാണ്. ഇനി ഒരിക്കലും തനിക്ക് അവളെ കിട്ടില്ലേ. അവൾ പഴയ പോലെയൊന്നുമില്ല, ഇപ്പം വിളിയില്ല, സംസാരമില്ല. സംസാരിച്ച് കഴിഞ്ഞാലോ മുമ്പത്തെ വളവളാന്നുള്ള സംസാരമൊന്നുമില്ല, 2-3 വാക്ക് സംസാരിക്കും. അവളുടെ പപ്പയുടെ കൂടെ കൂടിയ പിന്നെ അവൾ ആകെ മാറിപ്പോയി. അവളെ ഇനി തനിക്ക് കിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ച് പ്രണയ നൈരാശ്യത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് നമ്മുടെ മനു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ കൂടി ചേർന്ന ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബാലചന്ദ്രനെ വൈദ്യുതിയുടെ ജീവിതത്തിൽ നടക്കാമെന്ന വലിയ വലിയ ട്വിസ്റ്റുകൾ കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. നമുക്ക് നല്ല എപ്പിസോഡ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും വന്നിട്ടില്ല. ഈ ബബിതയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.